പൂമ്പൊടി എടുക്കാണ്ട് പൊളിത്തിൻ്റെ ഒരു ഷീറ്റുണ്ടെങ്കിലേ നമ്മളിവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കും. വെച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ പതുക്കൊന്ന് അനക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് നിറയെ പൂമ്പൊടി വീഴും. ഏറ്റവും നല്ല സീസൺ എന്ന് പറയുമ്പോൾ അതൊരു ഏകദേശം ഒരു മെയ്, ജൂൺ, ജൂലൈ ഒക്കെയാണ്. പിന്നെ ഒരു 7 മാസം കണ്ടിന്യൂസ് ആയിട്ട് വിളവ് കിട്ടുന്ന ഒരു ഫ്രൂട്ട് എൻ്റെ അറിവിൽ ഇത് മാത്രമേ ഉള്ളൂ. അതെ, തൈകള് സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. വിൽപ്പനയുണ്ട്. വളങ്ങള് ബേസിക് ഇതിന് ചാണപ്പൊടിയാണ് ഇതിന് വേണ്ടത്. ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് റംബൂട്ടാനാട്ടോ. ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് പൈസ ചെലവ് ഇത്തിരി കൂടുതലുണ്ട് കേട്ടോ. കാരണം മറ്റുള്ളവർ ചെടി ചെയ്യണ പോലെ നമുക്ക് കൃത്യം ആ ഒരു തൈ കൊണ്ടുവന്നൊരു കുഴി കുത്തി വളമിട്ട് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പോസ്റ്റ് ഇതിന് മസ്റ്റാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ മനോഹരമായൊരു കൃഷിത്തോട്ടത്തിലേക്കാണ്. റംബൂട്ടാനും ഡ്രാഗൺ ഫ്രൂട്ടുമൊക്കെ മലയാളിക്ക് സുപരിചിതമായിട്ട് അധിക നാളായിട്ടൊന്നുമില്ലെങ്കിലും ഇന്ന് നാട്ടിൻപുറങ്ങളിലെ പ്രധാന കൃഷികളിലൊന്നാണ് ഇവ രണ്ടും. വളരെ ചെറുപ്പത്തിലെ തന്നെ നേവൽ ബേസിൽ ഉദ്യോഗസ്ഥനായി ജീവിതം ആരംഭിച്ച് ദീർഘനാളത്തെ സേവനത്തിനു ശേഷം അങ്ങ് ദൂരെ ഏഴിമലയിലേക്ക് ട്രാൻസ്ഫർ വിത്ത് പ്രമോഷനോടുകൂടി സ്ഥലം മാറ്റം കിട്ടിയപ്പോൾ സ്വന്തം നാടും വീടും വിട്ടകന്നു പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അദ്ദേഹം ജോലിയിൽ നിന്നും വിരമിച്ചു. വളരെ ശാസ്ത്രീയമായി റംബൂട്ടാനും ഡ്രാഗൺ ഫ്രൂട്ടും കൃഷി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പേരാണ് ഫ്രാൻസിസ് പാലാട്ടി. നല്ല ഇനം തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുകയും ഈ കൃഷിയെക്കുറിച്ച് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ആവശ്യമുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്യുന്ന ഇദ്ദേഹത്തിൽ നിന്നും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഡ്രാഗൺ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് അനുസരിച്ച് ഒരു മാർച്ച്, ഏപ്രിൽ പകുതിയോടുകൂടി മഴ പെയ്യുകയാണെങ്കിൽ, പുതുമഴയ്ക്കും പെയ്ത് കിട്ടുകയാണെങ്കിൽ ആ ടൈം മുതൽ ഇത് നമുക്ക് ഇട്ട് വന്നു തുടങ്ങും. അത് ഞാൻ ആ സമയം മുതൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഏറ്റവും നല്ല സീസൺ എന്ന് പറയുമ്പോൾ അതൊരു ഏകദേശം ഒരു മെയ്, ജൂൺ, ജൂലൈ ഒക്കെയാണ്. പിന്നെ ഒരു 7 മാസം കണ്ടിന്യൂസ് ആയിട്ട് വിളവ് കിട്ടുന്ന ഒരു ഫ്രൂട്ട് എൻ്റെ അറിവിൽ ഇത് മാത്രമേ ഉള്ളൂ. അതായത് ഒരു മാർച്ച് ഇട്ട് വരാണെങ്കിൽ ഒരു ഏപ്രിൽ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ കായ കിട്ടും. അത് നമുക്ക് ഏകദേശം നവംബർ പകുതി വരെ കിട്ടുന്ന ഒരു 7 മാസത്തെ ഒരു ദീർഘമുള്ളതാണ്. ഇവർക്കൊരു 5 മാസം മാത്രമാണ് ഡ്രാഗണ് കായ ഇല്ലാതിരിക്കുന്ന സമയം. പോളിനേഷൻ സാധാരണ നടക്കാറുണ്ട്. അത് ചിത്രശലഭമോ അല്ലെങ്കിൽ തേനീച്ച അങ്ങനെയുള്ള, അല്ലെങ്കിൽ ചെറിയ കാറ്റുണ്ടെങ്കിലും അല്ലെങ്കിൽ ചെറിയ മഴ ഉണ്ടെങ്കിലും വരും. പക്ഷേ ഒത്തിരി മഴ കൂടി വൈകുന്നേരം മുതൽ നേരം വെളുക്കുന്നവരെ മഴ നിന്ന് കഴിഞ്ഞാൽ ഈ പോളിനേഷൻ സെൽഫ് ഇത് നടക്കാനായിട്ട് തേനീച്ചകൾ വരില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളിത് സെൽഫായിട്ട് ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചത്. നമ്മളിവിടുന്ന് പൂമ്പൊടി എടുക്കും. പൂമ്പൊടി എടുക്കാണ്ട് ഇപ്പോൾ ഈ ഒരു ചെറിയൊരു പൊളിത്തിൻ്റെ ഒരു ഷീറ്റ് ഉണ്ടെങ്കിലേ നമ്മളിവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കും. ഇതിപ്പോൾ പ്ലെയിനാണ് കേട്ടോ. നമ്മളിങ്ങനെ പതുക്കൊന്ന് അനക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് നിറയെ പൂമ്പൊടി വീഴും. കാണിച്ചു തരാം. ഇതിനകത്താണ് പൂമ്പൊടി ഇരിക്കുന്നത്. ഈ പൂവിൽ ഇപ്പോൾ കണ്ട ഈ പൂപ്പൊടി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഈ പൂമ്പൊടി കൂടി നമ്മളിങ്ങനെ തടുത്ത് കൂട്ടിയിട്ട് പൂവിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കും. ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഈ പോളിനേഷൻ നടത്തുന്ന രീതി. വേറെ പൂവിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, വേറെ ഇട്ട് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടുന്ന് അപ്പോൾ ചിലർ പൂമ്പൊടി കുറവാണെങ്കിൽ ഇതിനകത്ത് എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. രാത്രി ഒരു 7 മണി മുതൽ ഒരു 8-8:30 ഉള്ളിൽ ഇത് വിരിഞ്ഞ് പൂർണ്ണമാവും. നേരം വെളുത്തൊരു 8-8:30 ആകുമ്പോഴേക്കും ഇത് വീണ്ടും അടയും. അടഞ്ഞ ഒരു മോഡൽ ഞാൻ കാണിച്ചു തന്നത്. ഇനി ഞാൻ വിരിഞ്ഞു, ഇന്നലെ നേരം വെളുത്ത് 8:30 ആകുമ്പോഴേക്കും അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇതുപോലെ ഇരിക്കും. പിന്നെ ഇനിയും കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് വിട്ടുപോയി ഈ മോഡൽ വന്ന് ഈ പൂവ് ഇതിങ്ങനെ വിട്ടുപോകും, ഓട്ടോമാറ്റിക് വിട്ടു. എന്നിട്ട് ഈ കായയാണ് നമുക്ക് വലിയ കായായിട്ട് ഇങ്ങനെ വരുന്നത്, ഈ രീതിയിലേക്ക് വരുന്നത്. ആദ്യം ഇതുപോലെ മുട്ടാവും. ഇതാണ് മുട്ട്. ഇത് വലുതാവും. ഇനിയിപ്പോൾ ഒരാഴ്ചയോടും കഴിഞ്ഞാൽ ഒരാഴ്ച കൂടുതലെടുക്കും. ഇപ്പോൾ വിരിഞ്ഞ പൂവാണ് നമ്മൾ കണ്ടത്. അതെ, തൈകൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. വിൽപ്പനയുണ്ട്. അത് തൈ ആയിട്ട് മാത്രമല്ല, നമുക്ക് അതിൻ്റെ സ്റ്റമ്പായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. തൈ ആയിട്ടാണ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തൈ നടുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു പോസ്റ്റ്, ഒരു 7 അടി ലെങ്ത് എങ്കിലും വേണം. ഒരു 4x4 സ്ക്വയർ ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള പോസ്റ്റ് വേണം. കാരണം അത് ഏകദേശം 25 വർഷമൊക്കെ നമുക്ക് ഈൽഡുള്ള ഒരു ഫലവൃക്ഷമാണത്. വാർക്ക നമുക്ക് 2 മെത്തേഡിൽ ചെയ്യാം. പൈപ്പിനെ ഞാൻ കാണിച്ചു തരാം. ശരിക്കും സെൽഫ് ഇതാണ് നല്ലത്. ലൈഫ് ലോങ് ഉള്ള ഇതായതുകൊണ്ട് നന്നായിരിക്കും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. നമുക്ക് പിന്നെ ഇതിന് പ്രത്യേകിച്ച് നമ്മൾ തൈക്കൊക്കെ എടുക്കുന്നുണ്ടല്ലോ, ഇതിൻ്റെ ഏറ്റവും ഉള്ളിൽ കിടക്കുന്ന കമ്പിളല്ലോ, ഈ ഉള്ളിൽ ഇതൊക്കെ 2-3 വർഷം മുമ്പ് 4 വർഷം മുമ്പ് ഉണ്ടായ കമ്പ. ഇതുമ്മേ പൂവുണ്ടാവും, മുട്ട് വരില്ല. കാരണം ഇതിന് സൂര്യപ്രകാശം അടിക്കാത്തതുകൊണ്ട്. പിന്നെ നമ്മൾ ഇത് ഒരടി ലെങ്ത്തിൽ മുറിച്ചെടുത്തിട്ട് കവറിൽ പാവി വയ്ക്കും. അങ്ങനെ നമ്മൾ തൈ ഉണ്ടാക്കണേ. 5 മാസം 6 മാസമൊക്കെ ആയതാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇതിന് ഒരു നമ്മളിത് കമ്പാണല്ലോ ഒരു അതുകൊണ്ട് അത് വേര് പിടിച്ച് വന്നെങ്കിൽ നമുക്കൊരു 3 മാസമൊക്കെ എടുക്കും ചെറിയൊരു മുള വന്ന് കിട്ടണമെങ്കിൽ. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് കയറി വന്നോളൂ കേട്ടോ. അപ്പോൾ തൈയായിട്ട് കൊണ്ടുപോകണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ തന്നെ കൊണ്ട് അവർക്ക് വെച്ചാൽ മതി. പോസ്റ്റ് കുഴിച്ചിട്ടിട്ട് അതിൻ്റെ 4 ഫേസിലും വേണമെങ്കിൽ വെക്കാം. ഒരെണ്ണം വെച്ചാലും 2 വെച്ചാലും കുഴപ്പമില്ല. 4 ഫേസ് ഞാനൊക്കെ വെച്ചിരിക്കുന്ന 4 സാധാരണ എല്ലാവരും ചെയ്യണേ. നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ 4 തൈ വെച്ച് വയ്ക്കും. വളങ്ങൾ ബേസിക് ഇതിന് ചാണപ്പൊടിയാണ് ഇതിന് വേണ്ടത്. നമ്മൾ തൈ നടുമ്പോൾ ഈക്വലായിട്ട് മണ്ണും ചാണപ്പൊടി ഈക്വലായിട്ട് കൊടുക്കണം. അതുകൊണ്ട് മറ്റുള്ള വെള്ളങ്ങൾക്ക് വഴി ഇങ്ങനെ കൂടുതൽ ഗ്യാപ്പ് വരരുത്. കാരണം ഇതിൻ്റെ വേര് ഒരുപാട് ദൂരം പോയി ഒന്നും വളം പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 3 മാസമൊക്കെ കൂടുമ്പോൾ ചാണപ്പൊടി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ ജൈവവളങ്ങളെല്ലാം ഇതിന് നല്ലതാണ്. ഇപ്പോൾ കപ്പലിൻ്റെ കൊപ്ര അങ്ങനത്തെ ഐറ്റംസ് വയ്ക്കും. മുള്ള് നമ്മളൊരു സെൽഫ് പ്രൊട്ടക്ഷൻ എടുക്കുന്നത് നല്ലതാണ്. ഞാൻ ഒരു കോട്ട് എടുത്തിടാറുണ്ട്. മുള്ള് കൊണ്ട് ചിലവർക്ക് അലർജി വരും. എനിക്ക് റംബുട്ടാൻ കൃഷിയാണ് കൂടുതലുള്ളത്. റംബുട്ടാൻ്റെ സീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പൂവൊക്കെ ഇടുന്ന ഒരു ഫെബ്രുവരി ആവുമ്പോഴാണ്. പൂവിട്ട് കഴിഞ്ഞാൽ ഏകദേശം 5 മാസം എടുക്കും റംബുട്ടാൻ്റെ ഒരു കായ നമുക്ക് പറിക്കുന്നത്. 5 മാസത്തെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഇത് 10-12 വിളവ് നമുക്ക് കിട്ടും. റംബുട്ടാനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. നമ്മുടെ ഓരോ ജില്ലയിലും ഓരോ രീതിയിലാട്ടോ. കാരണം ക്ലൈമറ്റും മണ്ണിൻ്റെ ഒക്കെ പ്രത്യേകത അനുസരിച്ച് മാറി മാറിയാണ്. അങ്കമാലി ചാലക്കുടി ഭാഗത്തേക്ക് ഒരു ഫെബ്രുവരിയോട് കൂടി പൂവിടും. പൂവിട്ട് കഴിഞ്ഞാൽ അതായത് 5 മാസത്തിനുള്ളിൽ നമുക്കത് പറിക്കാം. നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഡ്രാഗൺ നല്ലതാണ്. ഇപ്പോൾ 2 വർഷമായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റൊക്കെ മാറിയതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് റംബുട്ടാനിൽ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത വർഷം എങ്ങനെ വരുമെന്ന് അറിയാൻ പാടില്ല. പക്ഷേ ഡ്രാഗൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രാഗൺ ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്നത് ജൂൺ ജൂലൈയിലാണ്. അവർക്ക് മഴയാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഐറ്റം. പിന്നെ രണ്ടിനും തമ്മിലൊരു വ്യത്യാസം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഹാർവസ്റ്റിങ് നമുക്കൊരു വർഷത്തിൽ 12-15 പ്രാവശ്യം എടുക്കാൻ പറ്റും. അപ്പോൾ ആ ടൈമിലേക്ക് നമുക്ക് ഇതിൻ്റെ സെയിൽ നോക്കണം. അതിൻ്റെ വിപണി കറക്റ്റായിരിക്കണം. അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ ചെടിയുമ കിടക്കില്ല. റംബുട്ടാൻ്റെ പോലെ ചെടിയുമ കിടക്കാത്തൊരു ഐറ്റമാണ്. നമുക്കൊരു ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ ഇത് പൊട്ടു വീഴും. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത് നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് പൈസ ചിലവ് ഇത്തിരി കൂടുതലുണ്ട് കേട്ടോ. കാരണം മറ്റുള്ളൊരു ചെടി ചെയ്യണ പോലെ നമുക്ക് കൃത്യം ആ ഒരു തൈ കൊണ്ടുവന്നൊരു കുഴി കുത്തി വളമിട്ട് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പോസ്റ്റ് ഇതിന് മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആ പോസ്റ്റ് ഏകദേശം നമുക്കൊരു 700 രൂപ ആ റേഞ്ച് നമുക്ക് വരുന്നുണ്ട്. പിന്നെ 4 തൈ വയ്ക്കുമ്പോൾ 4 തൈയുടെ റേറ്റ്. പിന്നെ ഞാനിവിടെ ഇവിടേക്ക് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അത് ഇതിന് നിർബന്ധമൊന്നുമില്ല. അത് നമുക്ക് വേണമെങ്കിൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിന് വേണം. അപ്പോൾ ഈ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ വളമൊന്നും ഇങ്ങ് പോവില്ല. എനിക്കത് നന്നായിട്ട് തോന്നുന്നുണ്ട്. ഏകദേശം ഒരു 1000-700 താഴെ നമുക്ക് ഇതിന് ചിലവ് വന്നിട്ടുണ്ട് ഈ കെട്ടുന്നതിന്. പക്ഷേ അത് ഒരു അസറ്റായിട്ട് എനിക്ക് തോന്നണം എപ്പോഴും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ മഴ ഒരു 8 മാസമൊക്കെ മഴ പെയ്യുന്നുണ്ട്. ആ കണ്ടിന്യൂസ് മഴ പെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വളമൊക്കെ നേരെ താഴേക്ക് പോവും. അപ്പോൾ അതിനകത്ത് നിന്ന് മാറി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് നല്ല മൂത്ത തണ്ടാണ്. അതായത് നല്ല ആൾക്കാരെ തൈ മേടിച്ച് അല്ലെങ്കിൽ തണ്ട് വാങ്ങിച്ച് നട്ട് 11 മാസം കൊണ്ട് നമുക്ക് ഇതിൻ്റെ വിളവ് കിട്ടി തുടങ്ങും. അത് ഈ ഡ്രാഗണ് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനത്തെ ഒരു പ്രത്യേകത. നമ്മൾ 4 തൈ ഒരു പോസ്റ്റ്മേ തരണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10-20-15 വള്ളിയൊക്കെ ഉണ്ടാവുള്ളൂ, താഴേക്ക് വീഴുള്ളൂ ആ ടൈം കൊണ്ട്. ആ 15 വള്ളിയുമ്പോൾ ചിലപ്പോൾ ഓരോന്നുണ്ടാവാം, ചിലപ്പോൾ 2 ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. എന്നാലും നമുക്ക് ആവറേജ് കുറച്ച് പീസുകൾ കിട്ടും. അപ്പോൾ അങ്ങനെ ആദ്യത്തെ വർഷം നമുക്ക് വിളവ് കിട്ടി തുടങ്ങും. രണ്ടാമത്തെ വർഷം ആകുമ്പോഴേക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ 4 തൈ നട്ട് അതുപോലെ ഒരു 40 വള്ളിക്കും വരും. 75% നമുക്ക് വിളവ് നമുക്ക് ആ സമയത്ത് തന്നെ കിട്ടി തുടങ്ങും. മൂന്നാമത്തെ വർഷം ആകുമ്പോഴേക്കും നമുക്ക് ഫുൾ സ്വിങ് വിളവ് കിട്ടും. അപ്പോഴേക്കൊരു 100 വള്ളിയിലും കൂടുതൽ വരും ആ ടൈം കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനീഷ്യൽ കോസ്റ്റ് ഉണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് അതിനകത്ത് പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റാവുന്നൊരു കൃഷിയാട്ടോ അത്. ഞാനിവിടെ ഒരു 100 രൂപ വെച്ചൊക്കെ കൊടുക്കണേ. അപ്പോൾ അതുകൊണ്ട് തൈ നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ കമ്പ് കൊടുക്കാറുണ്ട്, നല്ല മൂത്ത കമ്പ് കൊടുക്കാറുണ്ട്, ഒരടി നീളത്തിൽ കൊടുക്കാറുണ്ട്. അതിന് നമ്മൾ 20 രൂപയ്ക്ക് ചാർജ് ചെയ്യാനുള്ളൂ. തൈ ഒരുപാട് കൊടുക്കാറുണ്ട്, കമ്പും കൊടുക്കാറുണ്ട്. നല്ല മൂത്ത കമ്പൊക്കെ കൊടുക്കാൻ പറ്റും. ചെന്ന് സഹായിക്കേണ്ട ആവശ്യം സാധാരണ വരാറില്ല. അവർ വിളിച്ചു ചോദിക്കാറുണ്ട്. അങ്ങനെ എല്ലാവരും ഒത്തിരി പേര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു ചോദിക്കാറുണ്ട്. അവർക്കെല്ലാം മാർഗ്ഗനിർദ്ദേശങ്ങളും കൊടുക്കാറുണ്ട്. ഇതൊരു ബുദ്ധിമുട്ട് കാണിക്കാറുമില്ല. ഈ ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരോട് എന്താ പറയാനുള്ളത്? നല്ലൊരു കൃഷിയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ഒരു തെങ്ങിൻ്റെ പോലെയോ അല്ലെങ്കിൽ മാവിൻ്റെ പോലെയോ എങ്ങും മുകളിലേക്കൊന്നും കയറാൻ നിൽക്കണ്ട, ചെള്ളീനെ നോക്കണ്ട. ഇതിന് സാധാരണ രീതിയിൽ ഒരു അറ്റാക്ക് വരാറില്ല മറ്റുള്ള കീടങ്ങളുടെ. പഴുത്ത് ഇതുപോലെ കിടന്നാൽ പോലും ഒരു കിളികളോ വാവല് ഇതൊന്നും ഇതിലേക്ക് അറ്റാക്ക് ചെയ്യാൻ വരില്ല. വാവലൊക്കെ ഈ പരിസരത്ത് നിന്ന് മാറിപ്പോയി ഈ മുള്ള് കണ്ടു കഴിഞ്ഞാൽ. അതേപോലെ അണ്ണാൻ ഇതൊന്നും പൊട്ടി കിടന്നാൽ പോലും ഒരു അറ്റാക്ക് വരാറില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഗുണം പ്ലസ് നമുക്ക് ഉണ്ട് ഇതിനകത്ത്. മരുന്ന് അടിക്കുന്നുണ്ടാകുന്നല്ല, വേറെ വലിയ ശല്യമൊന്നും ഉണ്ടാവാറില്ല. എന്നാലും ഞാൻ ഇടയ്ക്ക് ഒരു സാഫൊക്കെ അടിച്ചു കൊടുക്കും. 2 മാസം കൂടുമ്പോൾ ഫംഗിസൈഡും അല്ലെങ്കിൽ ഒരു ഇൻസെക്ടിസൈഡും കൂടി സ്പ്രെഡറും കൂട്ടിയിട്ട് അടിച്ചു കൊടുക്കാറുണ്ട്.
അതെപ്പോഴും നല്ലതാണ് നമുക്ക്. കാരണം എന്തൊക്കെയെങ്കിലും കീടങ്ങളേക്കും വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറി കിട്ടും. ഫംഗസും വരാൻ പാടില്ല. വേറെ ഒരു കംപ്ലൈൻ്റ് ഒന്നും വരാറില്ല. ഇനി എന്തെങ്കിലും അങ്ങനെ കംപ്ലൈൻ്റ് ഉള്ളവർക്ക് വിളിച്ചോ, ഞാൻ അതിൻ്റെ നല്ല മാർഗ്ഗനിർദ്ദേശം പറഞ്ഞു തരാം. എനിക്കിവിടെ അങ്ങനെ എൻ്റെ ഇതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. വിളവെടുക്കേണ്ട ദിവസം 2 ദിവസങ്ങളിലായിട്ട് ഒരു 3 ദിവസത്തെ ഗ്യാപ്പിൽ. അപ്പോൾ ഇന്ന് എടുത്താൽ 3-ാം ദിവസം ഒന്നുകൂടി എടുക്കും, അപ്പോൾ തീരും. പിന്നെ നമുക്കൊരു 15 ദിവസം കഴിയുമ്പോഴാണ് അടുത്ത വിളവ്. തന്നെ ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ പരമാവധി തന്നെ ചെയ്യും. പിന്നെ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ ലേബേഴ്സിൽ നിർത്തും, അത്രേ ഉള്ളൂ. നാവൽ ബേസിൽ ഞാൻ ഒരു 18 വയസ്സുള്ളപ്പോൾ കരുതാം. സിവിൽ വിങ്ങിൽ നാവൽ ഷിപ്പ് റിപ്പയർ യാർഡ് എന്ന് പറയും, NSR വഴി. പ്രീ പെൻഷൻ എടുത്താൽ ഒരു ട്രാൻസ്ഫറൊക്കെ വന്നു. ഇപ്പോൾ എഴിമല കണ്ണൂരാണ്, പക്ഷെ അങ്ങോട്ട് പോകാനുള്ള ഒരു മടിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ അങ്ങോട്ട് നിർത്തി. പിന്നെ ഫുള്ളായിട്ട് കൃഷിയിലേക്ക് തിരിഞ്ഞു. ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദം വേറൊരു ജോലിയിൽ നിന്ന് കിട്ടും. അത് പ്രത്യേക സുഖമാണ്, കൃഷി ചെയ്ത് കിട്ടുന്ന സുഖം. അത് നമ്മൾ സെൽഫായിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖം അതിലും കൊള്ളാം. നമുക്ക് ആരോഗ്യത്തിനും ഒക്കെ കൂടുതലും ഞാൻ തന്നെ ചെയ്യാൻ നോക്കുള്ളൂ. തികട് വരുമ്പോൾ വർക്ക് ലോഡ് കൂടും. ഇപ്പോൾ ചാണം വാരിക്ക് ഇടണം, അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രം ലേബേഴ്സ് നിർത്തും, അല്ലെങ്കിൽ ആരും നിർത്താറില്ല. അപ്പോൾ ഇത്രയും വിവരങ്ങൾ പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദി. അപ്പോൾ പണി നടക്കട്ടെ, വീണ്ടും കാണാം. ഓക്കെ.